ഞാൻ ഇന്ന് നിങ്ങളോട് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രവചന ദൂതുമായിട്ടാണ്. നമുക്കറിയാം, ജോസഫ് ആരായിരുന്നു? ഒരു സ്വപ്നം വ്യാഖ്യാനക്കാരനായിരുന്നു. ഒരിക്കൽ ജോസഫ് തൻ്റെ സ്വപ്നം തൻ്റെ സഹോദരനോടും തൻ്റെ പിതാവിനോടും ഇങ്ങനെ പറയുകയാണ്: ഞാൻ ഈ കറ്റകളും നക്ഷത്രങ്ങളും എന്നോട് വണങ്ങുന്നതായിട്ട് കണ്ടു. പക്ഷേ സഹോദരനും ഈ അച്ഛനും ഇതിന് എതിർപ്പുണ്ടായി. എന്നോട് മടങ്ങും എന്നാണ് നീ ചോദിച്ചത്. പക്ഷേ അവസാനം അത് യാദൃച്ഛികമായി, അല്ലേ? പിന്നീട് ഈ അച്ഛന് ഈ യോസെഫിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ സഹോദരന് യോസെഫിനോട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ യോസെഫിനെ പൊട്ടക്കുഴിയിൽ ഇട്ടുകയുണ്ടായി. കൊല്ലാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കാരണം അതിന് പൊട്ടക്കിണറ്റിടുകയും 20 വെള്ളിക്കാശിന് ഇശ്മായേൽക്കാർക്ക് വിൽക്കുകയും ചെയ്തു. അവസാനം ഈജിപ്തിൽ അടിമയായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടി വന്നു, അല്ലേ? പിന്നീട് നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ക്ഷയിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തൻ്റെ യജമാനനോടും ദൈവത്തോടും താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഓടിപ്പോകുമ്പോൾ എന്താണ്, ഈ യോസെഫ് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭർത്താവിനോട് പരാതി പറഞ്ഞ് യോസെഫിനെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ജയിലിലാണെങ്കിലോ പിന്നീട് കാരാഗൃഹ തലവൻ അല്ലെങ്കിൽ ജയിലർ ഈ യോസെഫിനോട് ഇഷ്ടം തോന്നി കാരാഗൃഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്തു, അല്ലേ? യോസെഫിൻ്റെ കൂടെ അപ്പത്തിൻ്റെ ആളും പിന്നെ മുന്തിരി വള്ളിയുടെ ആളും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. യോസെഫിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. മുന്തിരി വള്ളിക്കാരൻ്റെ സ്വപ്നം എന്തായിരുന്നു? അയാൾ തിരികെ ജോലിക്ക് പോകുമെന്നും അപ്പക്കാരൻ്റെ സ്വപ്നം 3 ദിവസത്തിനുള്ളിൽ വധിക്കും എന്നും, അല്ലേ? പിന്നീട് കുറച്ച് വർഷം കൂടെ യോസെഫ് കാരാഗൃഹത്തിൽ കടന്നു. കാരണം മുന്തിരിവള്ളിക്കാരൻ മറന്നുപോയി യോസെഫ് തന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മറന്നു പോവുകയും പിന്നീട് ഈജിപ്തിലെ ഭരണാധികാരിയായ ഫറവോന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരുമില്ലാത്തപ്പോൾ മുന്തിരിവള്ളിക്കാരൻ പറയുകയാണ്, ജയിലിൽ യോസെഫ് ഉണ്ട്, അവൻ സ്വപ്നം വ്യാഖ്യാനിച്ച് തരും എന്ന് പറഞ്ഞ് 7 പശുക്കളെ തടിച്ച പശുക്കൾ തിന്നുന്നതും, അല്ലേ? അതുപോലെ അങ്ങനത്തെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്തായിരുന്നു? ഇനി വരുന്ന 7 വർഷം സമൃദ്ധി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം സമൃദ്ധി ഇല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 7 വർഷം സമൃദ്ധി ഉള്ളപ്പോൾ അതിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചു വച്ചിരിക്കണം. ഇത് കേട്ട് മനസ്സിലാക്കിയ ഈജിപ്തിലെ ഭരണാധികാരി അയാളെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കി, അല്ലേ, യോസെഫിനെ. പിന്നീട് നമ്മൾ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് യോസെഫ് തൻ്റെ സഹോദരനോട് പറഞ്ഞ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതാണ്. എന്താണ്? കറ്റകളും നക്ഷത്രങ്ങളും
തന്നോട് വണങ്ങുന്നതായിട്ട് അത് സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ 2026 നിങ്ങൾ ചിലർ ഒക്കെ വീട്ടിലും സമൂഹത്തിലും ഒറ്റപ്പെട്ട് കളിയാക്കലും ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളെ ദൈവം ഉയർത്തുന്ന വർഷമായിരിക്കും. ജീവിതത്തിൽ ഈ ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ യോസെഫിനെ പോലെ കാരാഗൃഹത്തിൽ നിന്നില്ലേ? യോസെഫ് ദൈവത്തിന് വേണ്ടി ദൈവത്തിന് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ കാരാഗൃഹത്തിൽ ആയിപ്പോയി യോസെഫ്, അല്ലേ? അതുപോലെ ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ പകരമായി ദൈവം നിന്നെ വേറെ ഉയർത്താൻ പോകുന്ന വർഷമായിരിക്കും 2026. അതുകൊണ്ട് ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുക. ദൈവം നിന്നെ സഹോദരൻ്റെ മുമ്പിൽ, നിന്നെ തള്ളിപ്പറഞ്ഞ സഹോദരൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും നിന്നെ ഉയർത്തുന്ന വർഷമായിരിക്കും ഈ 2026. ഈ പ്രവചന ദൂത് നിങ്ങൾക്ക് റിസീവ് ചെയ്തെങ്കിൽ ഒരു കമൻറ്റിൽ ഒരു ആമേൻ എന്ന് ഇട്ടേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.